أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്ത് അൽ ഇഖ്ലാസ്. ഇതിൽ ബിസ്മില്ലയോടുകൂടി 5 ആയത്തുകളാണുള്ളത്. ഈ സൂറത്തിനെ സംബന്ധിച്ചുള്ള വിവരണത്തിൽ ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹു പറയുന്നത്, ഈ സൂറത്ത് ഇറങ്ങിയത് മക്കയിലാണോ അതോ മദീനയിലാണോ എന്ന് 2 അഭിപ്രായങ്ങളുണ്ട്. അതിൽ ഹുസൂർ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശസ്ത സ്വഹാബിയായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ പക്കൽ സൂറത്തുൽ ഇഖ്ലാസ് മക്കയിൽ അവതരിച്ചതാണെന്ന് പറയുന്നു. അതുപോലെ ഹസൻ, അത്ത, അക്രമ, ജാബിർ എന്നിവരും ഇത് തന്നെയാണ് പറയുന്നത്, അതായത് മക്കയിൽ അവതരിച്ചതെന്ന് തന്നെയാണ് അവരും പറയുന്നത്. എന്നാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഖത്താദ തുടങ്ങിയ സ്വഹാബിമാർ ഈ സൂറത്ത് മദീനയിൽ അവതരിച്ചതാണെന്ന് പറയുന്നു. എന്നിട്ട് ഹുസൂർ അതിൽ വേറൊരു കാര്യം കൂടി പറയുന്നത്, പക്ഷേ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ തന്നെ ഫതഹുൽ ബയാനിൽ വന്നിട്ടുള്ള ഒരു ഖൗലിൽ ഇത് മക്കയിലാണ് അവതരിച്ചത് എന്നും ഉണ്ട് എന്നും അതിൽ എഴുതിയിട്ടുണ്ട്. ചില മുഫസ്സിരീങ്ങൾ ഈ 2 റിവായത്തുകളെയും നോക്കിയിട്ട് അവർ തീരുമാനമെടുക്കുന്നത് സൂറ ഇഖ്ലാസ് 2 പ്രാവശ്യം അവതരിച്ചിട്ടുണ്ട് എന്നാണ്. ഒരു പ്രാവശ്യം മക്കയിലും ഒരു പ്രാവശ്യം മദീനയിലും. പിന്നെ ഹുസൂർ ഇവിടെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഈ സൂറത്ത് മക്കയിൽ അവതരിച്ചതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഹസ്രത്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ദർജ എന്ന് പറയുന്നത് അദ്ദേഹം ആദ്യ സമയം മുതൽ ഇസ്ലാമിൽ കൊണ്ട സഹാബിയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ തഫ്സീർ വളരെ ഉന്നതമാണെന്ന് എല്ലാവരും അംഗീകരിക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നിവേദനത്തെ നമുക്ക് ഒരു തെളിവുമില്ലാതെ തള്ളിക്കളയാൻ സാധിക്കുകയില്ല എന്ന് പറയുന്നു. എന്നിട്ട് പറയുന്നത്, എന്നാൽ മറുഭാഗത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ദർജ എന്ന് പറയുന്നതും ഉന്നതമാണ്. വളരെ പ്രശസ്തനായൊരു സ്വഹാബിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ദർജയും ഉന്നതമാണ്. അപ്പോൾ ഇത് രണ്ടും പറഞ്ഞുകൊണ്ട് ഹുസൂർ പറയുന്നത്, ആയതിനാൽ നാം, അതായത് ഹുസൂർ പറയുന്നു, സൂറ ഇഖ്ലാസ് 2 പ്രാവശ്യം അവതരിച്ചു എന്ന് പറഞ്ഞ ആ മുഫസ്സിരീങ്ങളുടെ ഒപ്പമാണ് ഞാനുള്ളത്. അവരുടെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു എന്ന് ഹുസൂർ പറയുന്നു. പിന്നെ ഹുസൂർ മറ്റൊന്ന് പറയുന്നത്, വേരി തൻ്റെ കമൻട്രി ഓൺ ദി ഖുർആൻ എന്ന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, വില്യം മ്യൂർ പറയുന്നത് ഇത് തുടക്കകാലത്ത് മക്കയിൽ അവതരിച്ച സൂറത്താണ് എന്നാണ്. അതുപോലെ നോഡിക്കിൻ്റെ അഭിപ്രായത്തിലും ഇത് 4-ാം വർഷത്തിൽ ഇറങ്ങിയതാണെന്നാണ് പറയുന്നത്. അതായത് അവരൊക്കെ തന്നെ തുടക്ക കാലഘട്ടത്തിൽ, 4-ാം വർഷം എന്ന് പറഞ്ഞാൽ തുടക്ക കാലഘട്ടത്തിൽ എന്നാണ് ഇവരൊക്കെ തന്നെ യൂറോപ്യൻ എഴുത്തുകാർ പറയുന്നത്. പിന്നെ ഹുസൂർ പറയുന്നത്, നമ്മുടെ മുഫസ്സിരീങ്ങളിലും യൂറോപ്യൻ എഴുത്തുകാരിലും തമ്മിലുള്ള വ്യത്യാസം എന്നത്, മുഫസ്സിരീങ്ങൾ ചരിത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സൂറത്തുകളെ മക്കയിലാണോ അതോ മദീനയിലാണോ അവതരിച്ചത് എന്ന് പറയുന്നത്. എന്നാൽ യൂറോപ്യൻ എഴുത്തുകാരന്മാർ ഇതിലെ വിഷയത്തെ നോക്കി, അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റൈൽ, അതിലെ എഴുത്തുകളെല്ലാം നോക്കിക്കൊണ്ടാണ് അവർ ഇത് മക്കയിലാണോ മദീനയിലാണോ എന്ന് പറയുന്നത്. എന്നിട്ട് ഹുസൂർ പറയുന്നത്, സത്യത്തിൽ ഇവരുടെ ഇത് അനുമാനം തെറ്റാണ്. കാരണം ഇവർക്ക് എത്രമാത്രം അറബിയുടെ എഴുത്തുകൾ, അല്ലെങ്കിൽ അറബി എത്രമാത്രം അവർക്ക് അറിയുകയുമില്ല. അതുപോലെ തന്നെ ഖുർആനെ സംബന്ധിച്ചുള്ള ഒരു ഗഹനമായ അറിവും അവർക്കില്ല. അതായത് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്താൻ, അതായത് ഇത് മക്കയിലാണ് അല്ലെങ്കിൽ മദീനയിലാണെന്ന് ഉറപ്പിച്ച് പറയുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്താനുള്ള ഒരു അറിവ്, ഒരു കാബിലിയത്ത്, ഒരു അവർക്ക് ഇല്ല എന്ന് ഹുസൂർ പറയുന്നു. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ബാക്കി ഭാഗം തുടർന്ന് വരുന്ന ദർസുകളിൽ കേൾപ്പിക്കുന്നതാണ്. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.